പവിയേട്ടനോ? വരൂ. വയനാട്ടിൽ നിന്ന് എപ്പോ വന്നു? വയനാട്ടിൽ ആ, പവിയേട്ടൻ വരട്ട് ചൊറിക്കോ അങ്ങനെ എന്തോ അസുഖത്തിന് വയനാട്ടിൽ ചികിത്സിക്കാൻ പോയിരിക്കാന്ന് അച്ഛൻ പറഞ്ഞു. ഞാനതങ്ങോട്ട് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല. ഞാനിത് ഇങ്ങോട്ട് വന്നതാ. പട്ടാപ്പകൽ ഇവിടെ വന്ന് ലവ് ലെറ്റർ കൊടുക്കുന്നു. നീ എന്ത് ധൈര്യത്തിലാണ് ഈ കത്ത് കൊണ്ട് ഇവിടെ വന്നത്? ഞാൻ സാറിനെ എന്നെ കാണണമെങ്കിൽ ഇവിടെയല്ല, അങ്ങ് ഓഫീസിലാണ് വരേണ്ടത്. ഞാൻ എന്നേക്കുമായിട്ട് ഇവിടുന്ന് പോവാ. ഞാൻ ഈ പോലീസ് പണിയും കേസന്വേഷണവും ഒക്കെ നിർത്തി. അതെന്റെ രാജിക്കത്താ. സാറത് കീറിക്കളഞ്ഞ സ്ഥിതിക്ക് ഞാൻ വേണമെങ്കിൽ വേറൊരെണ്ണം. വേണ്ട വേണ്ട, ഞാനിത് ഒട്ടിച്ചെടുത്തോളാം. അറിഞ്ഞില്ലല്ലോ. പവിയേട്ടൻ എവിടെ പോകുന്നു? ജീവിക്കാൻ വേണ്ടി ഒരുപാട് വേഷം കെട്ടിയിട്ടുള്ളവനാ ഞാൻ. ഒടുവിൽ പോലീസ് വേഷം. ലക്ഷ്മി പറഞ്ഞതുപോലെ അതൊന്നും എനിക്ക് പറ്റിയ പണിയല്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു കച്ചവടക്കാരന്റെ വേഷമാണ് എനിക്ക് ചേരുന്നതെന്ന്. ലക്ഷ്മിക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് സാറിനെ ഇവിടെ നിന്ന് ഓടിച്ചതെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ശരിക്കുള്ള ജീവിതമാർഗം കാണിച്ചു തന്നതിന് സാറിനോട് എനിക്ക് നന്ദിയുണ്ട്. ഇതാ സാറ് തന്ന 10,000 രൂപ. ലക്ഷ്മി എന്ന് മോഹിക്കാനുള്ള യോഗ്യത എനിക്കില്ല, അത് മറന്നേക്ക്. അല്ല, ഈ കയർ ഫാക്ടറി തുടങ്ങാനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? ഞാൻ ധനലക്ഷ്മി ബാങ്കിന്റെ ശബരിമല ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മാസവും 1-ാം തീയതി നട തുറക്കുമ്പോഴേ ബാങ്ക് തുറക്കും. അതായത് ഒരു മാസം എടുക്കും ചെക്ക് പോയി മടങ്ങി വരാൻ. അതിനകം നമ്മുടെ ചരക്ക് വിറ്റ് കിട്ടുന്ന കാശ് ബാങ്കിൽ അടക്കില്ലേ? ആ സമയത്തിനകം കാശ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ? സ്ഥലത്തെ പ്രധാന ദിവ്യനായി നിന്നെ മുൻനിർത്തിയാണ് ഞാനിവിടെ കച്ചവടം തുടങ്ങിയിരിക്കുന്നത്. എന്റെ ചെക്ക് മടങ്ങിയാലും ഞാൻ എന്ത് ഫ്രോഡ് കാണിച്ചാലും ആദ്യം തല്ല് കിട്ടുന്നത് നിനക്കായിരിക്കും. അത് ശരി. അപ്പൊ എന്റെ തടി പടയം വെച്ചിട്ടാണ് ഇവിടെ കച്ചവടം നടത്തുന്നത് അല്ലേ? ഇത് ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കില്ല? സമ്മതിക്കില്ല. എടാ ഒടിയൻ ചന്തു. സമ്മതിച്ചു. അല്ല പിന്നെ ഇതാണോ ലോനപ്പന്റെ വീട്? നല്ലൊരു പഞ്ചായത്ത് മെമ്പറാ. പഞ്ചായത്ത് പാലത്തിന്റെ പണിയും വീടിന്റെ പണിയും ഒരുമിച്ചാ കഴിഞ്ഞത്. പാലം ഇന്നലെ പൊളിഞ്ഞു. വീട് നല്ല ഉറപ്പാ. ഇവിടെ ആരും ഇല്ലേ? ചന്ദ്രൻപിള്ളേ വാ. ഞാനൊരു ചെറിയ കയർ ഫാക്ടറി തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. ബായ് വിചാരിച്ചാലേ പണിക്കാരെ കിട്ടത്തുള്ളൂ. എടോ, ഒരു മഴയത്ത് ചുങ്കത്തറയിലെ കയറുപുരയുടെ ആസ്പെറ്റോ ഷീറ്റ് ഇളകി വീണെന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങനെ ഒരു കോള് കിട്ടണമെന്നില്ല. ഞാനൊരു കയർ ഫാക്ടറി തുടങ്ങിയ ലോനപ്പൻ എന്നും കോളായിരിക്കും. നിങ്ങളെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ നിങ്ങളിലൊരു കച്ചവടക്കാരൻ ഉറങ്ങിക്കിടപ്പുണ്ടെന്ന്. അതെ, ഞാൻ പോയി പെണ്ണുമ്പിള്ള കാണാതെ കുറച്ച് വെള്ളവും ഗ്ലാസ് എടുത്തോണ്ട് വരാം. ഞാനൊരു ലോക്കൽ കോൾ ചെയ്തോട്ടെ? ലോക്കൽ അല്ലേ ചെയ്തു. ഇതൊക്കെ പ്രത്യേകം ചോദിക്കാനുണ്ടോ? ടെലിഫോൺ എക്സ്ചേഞ്ച് അല്ലേ? ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് ആരെ വിളിക്കാൻ? ഇത് 365 എന്നാ. എനിക്ക് ഹൈദരാബാദിലേക്ക് ഒരു ട്രങ്ക് കോൾ ബുക്ക് ചെയ്യാനുണ്ടായിരുന്നു. 3258-195. പത്തന കിട്ടുമോ? ലോക്കൽ കോളാന്ന് പറഞ്ഞിട്ട് ട്രങ്ക് കോൾ ബുക്ക് ചെയ്യുന്നു. ഹൈദരാബാദിൽ നിന്ന് ഒരു ഗോപാലകൃഷ്ണൻ നായർ എൻ്റെ കയ്യിൽ നിന്ന് കയറ് വാങ്ങിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളെ വിളിച്ചതാ. 55 രൂപ മുടക്കി ഒരു പൈന്റ് വാങ്ങി കൊടുത്തിട്ട് 85 രൂപയുടെ കോൾ ചെയ്യുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേടാ ലോനപ്പന് നല്ല കോളായിരിക്കും. മീൻ കുറച്ചെടുത്തു പുറത്തേക്ക്. തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ഇതാ ലോക്കൽ കോളിന്റെ കാശ്. എന്താ സുഹൃത്ത് ഇത്? ഒരു ലോക്കൽ കോളിന് ഞാൻ ഇങ്ങനെ കാശ് മേടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കല്ല. ഒരു ചില്ലി കാശിന് പോലും മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചന്ദ്രപിള്ളയ്ക്ക് അറിയാം. എന്താ ചന്ദ്രപിള്ള? ചന്ദ്രപിള്ള പറ, ഈ പൈസ ഞാൻ മേടിക്കണോ വേണ്ടയോ? വാങ്ങിച്ചോ, ആ 1 രൂപയെങ്കിലും കിട്ടുമല്ലോ. ലോനപ്പം വാങ്ങോ? എനിക്കായിരിക്കും. ഇത്രയും സത്യസന്ധനായ ഒരു മനുഷ്യൻ കച്ചവടം തുടങ്ങിയ ശരിയാകുമെന്നാ എന്റെ പേടി. എനിക്കിപ്പാ പേടിയില്ല. ഹലോ, ഗോപാലകൃഷ്ണൻ സാറാണോ? ഞാനാ പവിത്രൻ. ചോറുണ്ടോണ്ടിരിക്കുവാണോ? അങ്ങനെ ഞാൻ ഓൾഡിയ. പുള്ളിക്കാരൻ ഊണ് കഴിച്ചോണ്ടിരിക്കുക. കാര്യം എത്ര അർജന്റ് ആണെങ്കിലും ഉണ്ണുന്ന ചോറിനെ ബഹുമാനിക്കണമല്ലോ. പിന്നെ ഇങ്ങോട്ട് വിളിച്ച കോളല്ലേ, എത്ര വേണേലും ബഹുമാനിച്ചോ. പിള്ള കഴിക്കുന്നില്ലേ? പിന്നെ മതിയോ? മതി. അല്ല ഞാൻ പവിത്രൻ ഇങ്ങോട്ട് വന്നായിരുന്നോ? അല്ല, മുതലാളി ഒന്ന് മുഖം കാണിക്കാൻ വന്നതാ. മുതലാളി ഇവിടെ പുതിയ ഫാക്ടറി പണിയാൻ പോണെന്ന് കേട്ടു. ഭായി, നിങ്ങൾ ഭയങ്കരന്മാരാണ് കേട്ടോ. ഞാനൊരു കൊച്ചു ഫാക്ടറി തുടങ്ങാൻ കുറച്ച് മൂടിയ മടലിന് ഓർഡർ ചെയ്തേ ഉള്ളൂ, അപ്പോഴേ നിങ്ങൾ ഇറങ്ങും. നിങ്ങൾ ഏതായാലും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥമതികളാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. നിർത്തടാ. ഈ കരയിൽ ഫാക്ടറി തുടങ്ങാമെന്നൊന്നും നീ വിചാരിക്കണ്ട. വരുത്തന്മാരെ ഞങ്ങൾ അത് അനുവദിക്കില്ല. മുതലാളിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? മുതലാളിക്ക് ഇഷ്ടമല്ലെങ്കിൽ വരുത്തന്മാരെ കൊണ്ട് നമ്മളിവിടെ ഫാക്ടറി തുടങ്ങിക്കുന്നില്ല.
ഞാൻ പുറംനാട്ടുകാരനായിരിക്കാം, സമ്മതിച്ചു. പക്ഷേ ഞാനിവിടെ ഫാക്ടറി തുടങ്ങാൻ പോകുന്നത് ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് വേണ്ടിയാ. മരിച്ചുപോയ നമ്മുടെ അജയന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നില്ലേ അത്? അടുത്ത നമ്പറിൽ അജയൻ സ്മാരക കയർ ഫാക്ടറി, അതാണ് എന്റെ ഫാക്ടറിയുടെ പേര്. അജയന്റെ പേരിലാണ് ഫാക്ടറി തുടങ്ങുന്നതെങ്കിൽ ഞങ്ങളുണ്ട് കൂടെ. അതങ്ങനെ നീയൊക്കെ മാത്രം. ബൈ, അജയന്റെ പേരിൽ ഈ നാട്ടിൽ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ഫാക്ടറി ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. അത് ഞാൻ തുടങ്ങുന്നതാണ് പ്രശ്നമെങ്കിൽ ഞാൻ പിന്മാറിക്കൊള്ളാം. പക്ഷേ അങ്ങനെയൊന്ന് തുടങ്ങാമെന്ന് നിങ്ങൾ സമ്മതിക്കണം. എന്ത് പറയുന്നു? അജയനെ പറ്റി കേട്ടറിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാണ്. അജയൻ മരിക്കാത്ത ഓർമ്മയായി ജീവിക്കുന്ന ഈ കരയുടെ പൊന്നോമന പുത്രന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതിനുവേണ്ടിയായിരുന്നു ഈ കഷ്ടപ്പാട് മുഴുവൻ. അതിന്റെ ശ്രമഫലമാണ് നമ്മുടെ ഈ ഫാക്ടറി. എന്താ കാണുന്നു പറഞ്ഞത്? അതെ, ഈ അജയന്റെ പേരിൽ ഫാക്ടറി തുടങ്ങിയിട്ട് തൊഴിലാളികൾക്ക് കൂലി കൂട്ടി കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ? ഞാനായിട്ട് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചുങ്കത്തരക്കാർ വാലിക്കോയും പ്രശ്നം ഉണ്ടാക്കും. എനിക്കിപ്പോൾ ഇത് പറയാൻ അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പറയുക, നിങ്ങൾ ഈ കരയിലെ തൊഴിലാളികൾ ഒന്നടങ്കം പണിമുടക്കണം. അപ്പൊ എനിക്ക് കൂലി കൂട്ടി കൊടുക്കാമല്ലോ. അല്ല മുതലാളി. മുതലാളിയോ? അമ്മ എന്നെ പവേട്ടാന്ന് വിളിച്ചാൽ മതി. അല്ല, പെട്ടെന്നൊരു സമരം നടത്തിയ ഇതിപ്പോ തൊഴിലാളികളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? അമ്മു പറഞ്ഞാൽ അവർ കേൾക്കും. സമരം തുടങ്ങണമെങ്കിൽ ഓനപ്പൻ ചേട്ടനോട് പറഞ്ഞാ പോരെ, നിന്നോട് പറയുന്ന എന്തിനാ? ഇതൊന്നും അല്ല, മുതലാളിക്ക് നിന്നോട് എന്തോ ഉണ്ട് മോളെ. ആകെ പ്രശ്നമായി. സമരം തുടങ്ങിച്ചത് ഞാനാണെന്ന് ആലിക്കോയ അറിഞ്ഞു. അയാൾ എന്നെ ലാക്കാക്കി ആളെ ഇറക്കിയിരിക്കുക. നേരിട്ട് വന്നാൽ നേടാനാകില്ലെന്നറിയാം. പക്ഷേ അജയനെ തീർത്ത പോലെ എന്നെ ഇരുട്ടത്ത് തീർക്കാൻ അയാളുടെ പരിപാടി. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. കൂലി ഞാൻ തന്ത്രപൂർവ്വം പിന്നെ കൂട്ടിക്കൊടുത്തോളാം. തൽക്കാലം സമരം പിൻവലിക്കണം. അല്ല, ഒരു ഒത്തുതീർപ്പാവാതെ? അതൊക്കെ അമ്മ പറഞ്ഞാൽ അവർ കേൾക്കും. 10,000 രൂപയുണ്ട്. കുറച്ചുനാൾ പണിയില്ലാതിരുന്നതിന്റെ നഷ്ടപരിഹാരമായിട്ട് തൊഴിലാളികൾക്ക് ഇത് വീതിച്ചു കൊടുക്കണം. ഫാക്ടറി പൂട്ടിക്കിടക്കയില്ലേ കുറേ നാളായിട്ട്. എന്നെ കൊണ്ട് ഇപ്പം ഇതേ പറ്റത്തുള്ളൂ. അല്ല, അത് നമ്മൾ തമ്മിലുള്ള ഇരിപ്പോശം വെച്ച് എൻ്റെ സ്വന്തം ആളായിട്ട് നിന്ന് അമ്മ ഇത് നടത്തിച്ചേരും. ആരെങ്കിലും കാണും. അമ്മ പൊയ്ക്കോ, ആളുകൾക്ക് വെറുതെ സംശയം തോന്നണ്ട. പൊയ്ക്കോ. അപ്പൊ വിചാരിച്ച പോലെ തന്നെ കാര്യത്തിന്റെ പോക്ക്. അമ്മ ഇടപെട്ടാൽ ഇന്നത്തോടെ സമരം തീരും, അതുറപ്പാണ്. സമരത്തിന്റെ കാര്യമല്ല, കുറച്ചു നാളായി ഞാനിത് കാണുന്നുണ്ട്. എന്ത് കാണുന്നു? സാറ് അമ്മുവിന്റെ പിറകെ നടക്കുന്നത്. അമ്മു നല്ല കുട്ടിയാ, സാറിന് ചേരും. നീ എന്തൊക്കെയായി പറയുന്നത്? അവൾക്ക് തൊഴിലാളികളുടെ മേലുള്ള സ്വാധീനം അറിയാൻ വേണ്ടി ഞാൻ അവളുടെ പുറകെ നടന്നു. പിന്നെ നമ്മൾ തമ്മിലുള്ള ഇരിപ്പുവശം എന്റെ സ്വന്തം ആളാന്നൊക്കെ പറഞ്ഞതോ? എടാ, അത് അവളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനല്ലേ. നമ്മളിപ്പോ എന്താ ചെയ്തത്? ആവശ്യത്തിന് കയർ സ്റ്റോക്ക് ചെയ്തു, എന്നിട്ട് അവളെ കൊണ്ട് സമരം തുടങ്ങിപ്പിച്ചു. അങ്ങനെ കയറിന് ക്ഷാമം വന്നപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കയർ 1,60,60,000 രൂപ അധിക ലാഭത്തിന് കരിഞ്ചന്തയിൽ വിറ്റു. എന്നിട്ട് അതിൽ നിന്ന് ഒരു 10,000 രൂപ എടുത്ത് സമരം പൊളിച്ചു. ഇതൊക്കെ അത്രേ ഉള്ളൂ. അമ്മു നല്ല കുട്ടിയൊക്കെ തന്നെയാ. പക്ഷേ ഞാനൊരു കച്ചവടക്കാരനാണ്. എന്റെ മുമ്പിൽ ലാഭം മാത്രമേ ഉള്ളൂ. ബെസ്റ്റ് മുതല്. ഇങ്ങനെ പോയാൽ കൂടെ നടക്കുന്ന എന്നെയും വിറ്റ് കാശാക്കുമല്ലോ. ഞാൻ ഏതായാലും ആക്രി കച്ചവടം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ ഇതൊക്കെ? ചുങ്കത്തറ ഫൈനാൻസിയേഴ്സിന്റെ തെക്കേക്കര ബ്രാഞ്ച് വിൽക്കാൻ പോകണമെന്നറിഞ്ഞു. ഒരു ബിനാമി വഴി ഞാനൊരു അന്വേഷണം നടത്തി. 12 ലക്ഷം കൊടുത്താൽ ഇപ്പോഴുള്ള എല്ലാ ഇടപാടുകളും സഹിതം അതിങ്ങി പോരും. ഈ വീടും ഫാക്ടറി ഒഴിച്ചുള്ള എല്ലാ പ്രോപ്പർട്ടികളും വിറ്റിട്ടായാലും ശരി, ഞാനത് വാങ്ങിക്കും. ചുങ്കത്തറക്കാരുടെ ബാങ്ക് വാങ്ങാനോ? സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കാൻ? ബാങ്ക് നടത്തിയാൽ കരക്കാർ ബാങ്കിൽ കൊണ്ടുവന്ന് കാശിടും. ഞാൻ ആ കാശ് മറിച്ച് കച്ചവടം ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ തോൽപ്പിക്കാൻ ഈ കരയിൽ ഒരുത്തിനും പറ്റത്തില്ല.